അപ്പം നമ്മുടെ പരിപ്പും ഉപ്പും മാങ്ങയും സവാളയും എല്ലാം കൂടെ ഒരു തേങ്ങ അരച്ചൊരു ചാറ് വെച്ചതാണ് കേട്ടോ. കണ്ടോ, തേങ്ങയും പെരുംജീരകവും പച്ചമുളകും ഒക്കെ അരച്ച്. പെരുംജീരകം മാത്രമേ അരച്ചുള്ളൂ, ചെറുജീരകം അരച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ചാറ് കറി. അപ്പോൾ ഇനി ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുവാണേ. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇച്ചിരി ശകലം തുണ്ടമ്പേനി ഇരുന്നാണേ. അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കുറേ സമയമായി. അപ്പോൾ അത് വൈകുന്നേരം വരെ അങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ വൈകിട്ടാകുമ്പോഴത്തേനും അതിൻ്റെ ഉപ്പൊക്കെ ഇറങ്ങിക്കും. പക്ഷേ ഒരു കുറച്ച് ഉപ്പോട് കൂടി എനിക്ക് ഇച്ചിരി ഉപ്പ് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഉണക്കമീനായാലും ഇച്ചിരി ഉപ്പ് വേണം. അത് എൻ്റെ കാര്യം. മറ്റുള്ളവർക്ക് കൂടെ ഉപ്പ് പാടില്ല. ഉണക്കമീനാണെങ്കിൽ ഉപ്പ് പോയില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഉപ്പുമീനും കൂടെ വറുത്ത്, അതായത് തുണ്ടൻ മീൻ വറുത്തെടുക്കണം ചോറ് കഴിക്കാൻ. ഇതുകൂടെ 2 പച്ചമുളകും കൂടെ കീറിയിട്ടാൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടും, ഉപ്പ് കുറഞ്ഞിരിക്കും. എന്നതാ എത്രയെങ്കിലും കിട്ടട്ടെ, അവർ രക്ഷപ്പെടട്ടെ. അപ്പം നമുക്ക് ചോറ് വിളമ്പാം കേട്ടോ. ചോറൊക്കെ വിളമ്പി വെച്ചു കേട്ടോ, കറിയും വിളമ്പി വെച്ചു. അപ്പം പരിപ്പ് ചാറാണ് ഈ ഒഴിക്കുന്നത്. ഉപ്പ് മാങ്ങയും പരിപ്പ് ചാറും അല്ല, ഉപ്പ് മാങ്ങയും പരിപ്പ് ചാറും അല്ല, ഉപ്പ് മാങ്ങയും പരിപ്പും കൂടെ വെച്ച് ചാറ് കറി കണ്ടോ. ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി. അച്ചാറിടാൻ വേണ്ടി ഉപ്പിനകത്ത് പുഴുങ്ങി വെച്ചിരുന്ന ഒരു നെല്ലിക്ക എടുത്തൊരു തേങ്ങയും കൂട്ടി ചമ്മന്തി അരച്ചതാണേ. നല്ല രുചിയുണ്ട് അതിന്, നെല്ലിക്ക ചമ്മന്തിക്ക്. തോരനുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ മീൻ വറുത്തതും കൂടെ വെക്കാം കൂട്ടത്തിൽ. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഉണക്കമീൻ വറുത്തത് ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഊണിനൊരു സംതൃപ്തിയുണ്ട്, കഴിക്കാനൊരു ടേസ്റ്റും കൂടുതലുണ്ട്. അതാണ് ഉണക്കമീൻ്റെ ഒരു മാജിക്ക്. ഇതവിടെ കിടന്ന് വെള്ളമൊക്കെ പോകട്ടെ കേട്ടോ, അല്ല ഉപ്പിറങ്ങി പോകട്ടെ. പട്ടികൾ അവിടെ കിടന്ന് ഭയങ്കര കൊര. ചോറ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. സമയം 1:45, 2 മണിയാകാൻ പോകുന്നു. ഈ ഉള്ള കറിയൊക്കെ കൂട്ടി പക്ക നാടൻ കറികൾ: മെഴുക്ക് വരട്ടി, തോരൻ, ചമ്മന്തി, അതായത് നെല്ലിക്ക ചമ്മന്തി. പരിപ്പ് ഉപ്പുമാങ്ങ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരുടെ കറിയാണ്, നാടൻ പ്രദേശത്തുള്ളവരുടെ. എന്നാലും ഉണ്ടല്ലോ ഭയങ്കര രുചിയായിരുന്നു. ഉണക്കമീനും കൂടി വേണ്ടി പറയുകയും വേണ്ട.